ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. ഇന്നത്തെ നമ്മുടെ യാത്ര കുട്ടിക്കാനത്തു നിന്ന് ഇടുക്കി അണക്കരയിലേക്കാണ്. നിങ്ങൾ ഇതുവരെ തന്ന സപ്പോർട്ടിനും അഭിപ്രായങ്ങൾക്കുമായി വളരെ നന്ദി. വീണ്ടും നിങ്ങളുടെ സപ്പോർട്ടും അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക. നമ്മുടെ ഇന്നത്തെ പ്ലാൻ റോഡിൻ്റെ ഇരു സൈഡിലുള്ള തേയിലത്തോട്ടങ്ങളുടെ ഭംഗി ആസ്വദിച്ച് അണക്കരയിലെത്തുക, അതിനുശേഷം അണക്കര എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ്. യാത്രകൾ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ വീഡിയോ മിസ് ചെയ്യാതെ മുഴുവനായി കാണുക. അതുപോലെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ മറക്കാതെ ഇരിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് വീഡിയോ തുടങ്ങട്ടെ. എത്ര കിലോമീറ്ററാണ്? ജീപ്പിനല്ല, കഴിഞ്ഞ ദിവസം നമ്മൾ ഇതിന് പോയില്ലയോ, വാഗമണ് പോയിട്ട് വാഗമണ്ണിൽ നിന്ന് വേറെ എവിടെയോ ഏതോ ഉൾഗ്രാമങ്ങളിൽ കൂടെ പോയിടായിരുന്നു. എന്നിട്ട് പോയതാ. അവിടെ ചെന്നപ്പോൾ പകുതിയപ്പോഴത്തേക്ക് പെട്രോൾ തീർന്നു പോയെന്ന് പറഞ്ഞ്. ഇവിടെ ഒരു ബ്ലൂ ബസ് കണ്ടു കേട്ടോ, ഒരു ബ്ലൂ ബസ് കണ്ടു. ഇവിടെ ബ്ലോക്ക് ആണെന്ന് തോന്നുന്നല്ലോ, അതിൻ്റെ പറ്റിയാവോ? ഇവിടെ 1 ലിറ്ററിന് 95-92 കേട്ടോ. ഇവിടെ റേറ്റ് കൂടുതലാണ്, 95-92 മറന്നു പോലെ കേട്ടോ. ഇനി തമിഴ്നാട്ടിലോട്ട് കയറുവാണെങ്കിൽ അവിടുന്ന് എത്ര രൂപയാണെന്ന് നോക്കാം. നമ്മൾ ഇടയ്ക്ക് നല്ല മഴക്കോൾ കിട്ടുന്നുണ്ട്, ഇടയ്ക്ക് നല്ല വെയിൽ കിട്ടുന്നുണ്ട്. ഓരോരോ വ്യത്യസ്തമായ കാലാവസ്ഥയാണ്, ഇല്ലയോ? എന്തായാലും വേണ്ടുമില്ല. എല്ലാം കാപ്പിയാന്ന് തോന്നുന്നു കേട്ടോ, കാപ്പിത്തോട്ടമാണെന്ന് തോന്നുന്നു. കുട്ടിക്കാനം വായിക്കാൻ പറ്റുമല്ലോ, ഞാൻ ഓടിക്കാൻ എനിക്ക് വായിക്കാൻ. ഇവിടെ എല്ലാം തേയിലത്തോട്ടം കേട്ടോ, തേയിലത്തോട്ടം ഇഷ്ടം പോലെ കൊണ്ട് ഈ റൂട്ടില്. എന്നാലും തേയിലക്ക് വിലക്ക് കുറവൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ഇത് മേടിച്ച് വിറ്റ് ഡയറക്റ്റ് എന്താ പറയുന്നത്, വലിയ വലിയ കമ്പനികൾ വന്ന് മേടിച്ചോണ്ട് പോവായിരിക്കും. അതാണ് തേയിലക്ക്. അവിടെ നല്ല ഭംഗിയുണ്ട്, അതായിരിക്കും തേയിലക്ക് വലിയ. എന്തോടെ പറഞ്ഞ ടെറസ് ഗാർഡനോ, ടെറസ് ഫാമിംഗ് എന്ന് പറയുന്നത്. ഇതിന്റെ വില്ലിസ് കിടക്കുന്നു. നമ്മൾ അതിലെ വളവ് തിരിഞ്ഞ് പോകണം. എനിക്ക് തോന്നുന്നു മേളിൽ കൂടെ വണ്ടി പോകുന്നുണ്ട്. അപ്പോൾ എവിടെയെങ്കിലും ഹെയർ പിൻ വളവ് കാണുമായിരിക്കും. ഹെയർ പിൻ വളവ് പ്രതീക്ഷിച്ച് പോകാം നമുക്ക്. ഇവിടെ നമ്മൾ 2 ബ്ലൂ ബസ് കണ്ടായിരുന്നു കേട്ടോ. ബ്ലൂ ബസ്സും കണ്ടു, പിങ്ക് ബസ്സും കണ്ടു. ചിലപ്പോൾ ഇത് ഈ ഹെയർ പിൻ വളഞ്ഞ് നമുക്ക് കയറി പോകേണ്ടി വരും. നല്ലൊരു വളമാണ് കേട്ടോ. പക്ഷെങ്കിൽ കുട്ടിക്കാനം എത്തുന്നതിന് മുമ്പൊക്കെയാണ് തേയിലത്തോട്ടം കണ്ടി. ഇപ്പം ഇവിടെ നല്ല തേയിലത്തോട്ടമാണ്. തേയിലത്തോട്ടമുണ്ട് ഇഷ്ടം പോലൊക്കെ, 2 സൈഡിലും തേയിലത്തോട്ടമാണ്. തേയിലത്തോട്ടത്തിന് നടുക്കൂടുള്ള ഒരു യാത്ര. എന്നതാടാ? ടീ ഫാക്ടറി ആണോ? ആകെ എന്ത് വേണ്ടി തേയിലത്തോട്ടമാണ്. എനിക്ക് നെല്ലൊക്കെ അതിന്റെ അവിടെ റെസ്റ്റോറന്റ് ഉണ്ട്, കയറി ചായ കുടിക്കുന്നോ? അറിയത്തില്ല. AV തോമസ്, ഇതൊക്കെ AVT-യുടെ ആണ്. ഓ, ഈ ഗാർഡൻ ഒക്കെ ഇത് എഴുതി വെച്ചിട്ടുണ്ട് AV തോമസ്. അതാണ് AVT. ഓ, AV തോമസ് എന്നാണോ? AV എന്ന് പറഞ്ഞാൽ എന്തുവാ? കൊള്ളാം. അപ്പൊ AVT-കാരുടെ ആണ് ഈ കാണുന്ന തോട്ടമല്ല. ഓക്കെ. പക്ഷെ കുറച്ച് എന്നാലും കുഴപ്പമില്ല. കുറച്ചും ഇവിടെ മൊത്തം ഇത് തന്നെ. ഒന്നാമത്തെ തണുപ്പാണ് ഇവർ ഇത്ര ഈ തേയിലയൊക്കെ ഉണ്ടാകാനുള്ള ഒരു മെയിൻ കാരണം. തണുപ്പിന്റെ ഒരു അനുഭവം ഉള്ളത് കൊണ്ടാണ്. നമ്മളിവിടെ തണുപ്പില്ല, കൊണ്ടുണ്ടാകത്തില്ല. അതെങ്ങനെ ഉണ്ടാകും? തണുപ്പ് വേണം ഇതിനെല്ലാത്തിനും. തണുപ്പുള്ള സ്ഥലത്തെ ഉണ്ടാകത്തുള്ളൂ ഈ തേയില. എനിക്കൊന്ന് കാപ്പി അങ്ങനെയാണെന്ന് തോന്നില്ലയോ? അങ്ങനെയാണെങ്കിൽ ഇവിടങ്ങളിലാണല്ലോ കൂടുതലും കാപ്പി കൃഷികളൊക്കെ ഈ ഭാഗത്തൊക്കെയാ.
കുഴപ്പമില്ല, റോഡൊക്കെ നല്ല വലിയ കുഴപ്പമില്ലാത്ത റോഡാണ് ഇല്ലയോ? ഈ റോഡിന് വലിയ കംപ്ലൈൻ്റ് ഇല്ല. സമയം ഇപ്പം 3:30 നമ്മൾ എത്ര മണിക്ക് തിരിച്ചാ? 11:30 തിരിച്ചാ അല്ലയോ? 12, 1:30, 2:30, 3:30, 4 മണിക്കൂർ എടുത്തു ഇവിടെ വരെ വരാൻ. പിന്നെ നമ്മൾ സ്ലോയിലാണ് വരുന്നത്, വലിയ സ്പീഡിലൊന്നും അല്ല. പ്രകൃതി ഭംഗിയൊക്കെ കണ്ട് ഇതൊക്കെ ഇങ്ങനെ പോവുകയാണ്. നമ്മൾ പെട്ടെന്ന് സ്പീഡിൽ പോയിട്ടുണ്ടെങ്കിൽ ഇത്രയൊന്നും വേണ്ട, 2-2.5 മണിക്കൂർ കൊണ്ട് ഇനി എത്താവുന്ന റോഡേ ഉള്ളൂ. ഈ കാഴ്ചകളൊക്കെ കണ്ടു പോകുന്നതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആകുന്നത്. അങ്ങനെ വീണ്ടും അടിപൊളിയൊരു സ്ഥലത്തൂടാണ് പോകുന്നത്. അടിപൊളിയൊരു സ്ഥലത്തൂടാണ് പോകുന്നത്. അതെ അതെ, പൊന്മുടിയുടെ ആ ഒരു ഇതാണ് ഇതിനുള്ളത്. ഇപ്പോൾ നല്ല ഭംഗിയുണ്ട് അല്ലേ? പൊന്മുടി നമ്മൾ പോയപ്പോൾ ഇതുപോലത്തെ പുല്ലും കാര്യങ്ങളൊക്കെ അല്ലായിരുന്നു അവിടെ. നല്ല പൊന്മുടി പോയപ്പോ പട്ടാളക്കാരന്റെ തട്ടുകട ഓർമ്മയുണ്ടോ? ഇവിടെ കയറിയത് നമ്മള് വന്നപ്പം കയറിയത് ഇവിടെ ആയിരുന്നില്ലയോ? ചായ കുടിക്കണ്ടായിരുന്നു. ഇനിയിപ്പം കുമളി പക്ഷെ അങ്ങ് തിരക്കായിരിക്കും. കുമളി റോഡൊക്കെ തിരക്കായിരിക്കും. ഇനി അടുത്തത് ഇനി എത്ര അടി ഡീസൽ കാണിക്കുന്നത്? 262. ഓക്കെ. പരിമല ആശുപത്രിയുടെ ബോർഡ് ഇവിടെ ഉണ്ട് കേട്ടോ, അതിൻ്റെ അടുത്ത പിങ്ക് ബസ്. അപ്പോൾ അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഈ ഓരോ ജില്ലയ്ക്കും ഓരോ പ്രൈവറ്റ് ബസ്സിന് കളറാണോ അതോ എങ്ങനെയാണോ എന്നുള്ളത്. രാമക്കൽമേട് 60 കിലോമീറ്റർ കേട്ടോ. ആണോ? രാമക്കൽമേട് എത്ര കിലോമീറ്റർ? രാമക്കൽമേട് 60. വാഗമൺ എത്രയായിരുന്നു? വാഗമൺ അല്ല, എന്തെന്ന് തേക്കടി 21. അപ്പോൾ 21 കിലോമീറ്റർ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഇതെത്തി. എന്താ തേക്കടി തേക്കടി അല്ലടാ ഞാൻ പറഞ്ഞത്, കുമ്മളി എത്തിയത് തന്നെ. കുമ്മളി എത്തി. ഈ ഇനി 21 കിലോമീറ്റർ ഓൾമോസ്റ്റ് നമ്മുടെ ബോർഡറാണ് തേക്കടി. കേരളവും തമിഴ്നാടുമുള്ള ബോർഡറാണ് തേക്കടി എന്ന് പറയുന്നത്. തേക്കടിയിലും കാണാനായിട്ട് അങ്ങനെ പ്രത്യേക ഒന്നുമില്ല. ഒരു തേക്കടിയിൽ പോവുകയാണെങ്കിൽ മെയിനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യുവാണെങ്കിൽ ബോട്ട് എടുത്ത് പോകാൻ പറ്റും. ഇവിടെ നമ്മൾ കയറിയായിരുന്നു ഈ ഹോട്ടലിലോ, എന്നിട്ട് ഇവിടെ കിട്ടിയില്ല. നമ്മളെ തിരിച്ച് പിന്നെ വേണ്ട അങ്ങ് ഇറങ്ങി പോയായിരുന്നു. ഓർമ്മയുണ്ടോ? അപ്പോൾ തേക്കടിയിൽ മെയിനായിട്ട് അവിടുന്ന് ബോട്ട് എടുത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ തേക്കടി അവിടെ പോയി ബോട്ടിനെ കിട്ടുവാണെങ്കിൽ നല്ലതായിരിക്കും. അത് രാവിലെയും വൈകിട്ടും പോകണം, എങ്കിൽ മാത്രമേ ഉള്ളൂ പ്രയോജനം. ചിലപ്പോൾ മൃഗങ്ങളെ വെള്ളം കുടിക്കാൻ വരുന്നതൊക്കെ കാണാൻ പറ്റും. അപ്പോൾ വണ്ടിപ്പെരിയാറിന് ജസ്റ്റ് മുമ്പായിട്ടാണ് സത്രം പോകുന്ന വഴി. ഇപ്പം തേക്കടിയിൽ നിന്ന് ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ജീപ്പുണ്ട്. ഇവിടെ വേണമെങ്കിൽ ജീപ്പ് എടുത്ത് വേണമെങ്കിൽ നമുക്ക് സത്രത്തിന് പോകാൻ പറ്റും. കുമ്മളി നേരെ മ്ലാമല ഇടത്തോട്ട്, ചപ്പാത്ത് ഇടത്തോട്ട്, കട്ടപ്പന ഇടത്തോട്ട്. അപ്പം ഇവിടുന്ന് സത്രം ഒരു ടൂറിസ്റ്റ് പ്ലേസാണ് ഇവിടെ ഉള്ളതിൽ. സത്രത്തിലോട്ട് പോകണം. ഇവിടുന്ന് ഒന്നെങ്കിൽ 4 വീലാണ്. 4 വീലെന്ന് വെച്ചാൽ 4x4 വണ്ടികളാണ് കൂടുതൽ സജസ്റ്റ് ചെയ്യുന്നത്. കാര്യം കുറച്ച് കട്ടുള്ള റോഡൊക്കെയാണ്. നമ്മുടെ അല്ലാത്ത വണ്ടിയിലും പോകാം, പക്ഷേങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്, അത്രമാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് 4 വീൽ ഡ്രൈവ് വേണമെങ്കിൽ നമുക്ക് പോകാൻ പറ്റും സത്രത്തിന്. നമ്മൾ പ്രാവശ്യം പോയ സത്രത്തിന്. അതുപോലെ തന്നെ സത്രത്തിൻ്റെ അവിടെ നിന്ന് തന്നെ നമുക്ക് ഗവിക്ക് പോകാൻ തോന്നുന്നു. ആ റോഡ് തന്നെ. അതിന് എവിടുന്ന പാസ് എടുക്കേണ്ടതെന്ന് അറിയത്തില്ല. ഇവിടുന്ന് ഇറങ്ങി പോവുകയാണെങ്കിൽ എവിടുന്ന് പാസ് എടുക്കണമെന്ന് തോന്നുന്നു. അതിവിടെ ആരുടെയും അന്വേഷിക്കണം. ആ സത്രം കഴിഞ്ഞ് നേരെ പോകുന്നത് ഗവിക്ക് പോകുന്നതാണ്. അത് പത്തനംതിട്ട ചെന്ന് ചാടുന്ന റോഡാണ്. ഇത് വണ്ടിപ്പെരിയാർ ഇല്ലയോ? ഇത് വണ്ടിപ്പെരിയാർ ടൗണാണിത്. അത് കൺജസ്റ്റഡ് ആണ്, വലിയ ടൗണല്ല, എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം വലിയൊരു ടൗണാണ്. വീതി കുറവാണ്. സൈഡിലെല്ലാം ഓട്ടോ കിടക്കുന്നുണ്ട്. വീതി കുറവ്. കുറേ ഒരു ബസ് ഓൺ അടിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഇവിടെയും ബ്ലൂ ബസ്സാണ് കേട്ടോ. ട്രാവലറാണ്. ആണോ? മതി. ട്രാവലറൊക്കെ പതുക്കെ പോയി, നമ്മളിപ്പോൾ ഇതൊക്കെ നമ്മുടെ സൈഡ് പോയാൽ നോക്കി പോയാൽ മതി. അപ്പം ഇവിടെ 2 ബസ് ഇപ്പം കണ്ടതും ബ്ലൂ ബസ്സാണ് കേട്ടോ. ഇവിടെ അടുത്ത പമ്പ് ഇവിടെ വന്നു കേട്ടോ. ഇവിടെ പമ്പുണ്ട്. വണ്ടിപ്പെരിയാറിലും അടുത്ത പമ്പുണ്ട്. ചായ വല്ലതും കുടിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ആളൊഴിഞ്ഞ സ്ഥലത്ത് വലിയ തിരക്കില്ലാത്തടത്ത് നിർത്തുവാണെങ്കിൽ നമുക്ക് ചായ കുടിക്കാം. ഈ തേയിലത്തോട്ടത്തിൽ നട്ടിരിക്കുന്ന ചെടികളാണ്. എന്താ അതിന് മണ്ണൊലിപ്പ് തടയാനാന്ന് തോന്നി ഇതിങ്ങനെ നട്ടേക്കുന്നത് അല്ലേ?
മണ്ണൊലിപ്പ് തടയാതിരിക്കാൻ, മണ്ണൊലിപ്പ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഈ തേയിലത്തോട്ടത്തിൻ്റെ അകത്തൊക്കെ ഇങ്ങനെ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചേക്കുന്നത്. എനിവേ കുഴപ്പമില്ല, നല്ല ഭംഗിയുള്ള റൂട്ടാണ്. രണ്ട് സൈഡും തേയിലയാണ്. പക്ഷെ നമ്മൾ സൂക്ഷിച്ച് ഓടിക്കും കേട്ടോ. ഈ ഇവിടെങ്ങളിൽ പശുവിനെയൊക്കെ അഴിച്ചു വിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് കെയർഫുള്ളായിട്ട് ഓടിക്കണം. ഇപ്പോൾ 2-3 നമ്മൾ കണ്ടു റോഡിൽ പശുക്കൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് കെയർഫുള്ളായിട്ട് ഓടിക്കണം. നമുക്കങ്ങനെ ഇടയ്ക്ക് വണ്ടികളും കാണാം, ടൂറിസ്റ്റുകൾ വരുന്നത്. ഈ തേക്കടിയിൽ നിന്ന് വരുന്ന വണ്ടികളാണെന്ന് തോന്നുന്നു, ജീപ്പാന്ന് തോന്നുന്നു. 2-3 നമ്മൾ കണ്ടിപ്പോൾ സത്രത്തിലോട്ട് പോകുന്ന വണ്ടികൾ. ചിലപ്പോൾ നമുക്ക് കാണാം. പക്ഷേ എങ്കിൽ അത് ആ റൂട്ടിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം ആനയെ കാണാം കേട്ടോ. ആനയും 2 പിങ്ക് ബസ് വരുന്നു. അത് കോട്ടയമാണ് കേട്ടോ. കോട്ടയം പോകുന്ന ബസ്സാണ് പിങ്ക് കണ്ടത് ഇപ്പോൾ നമ്മൾ. എനിവേ കുഴപ്പമില്ലാത്ത റൂട്ടാണ്. ഇത് ഏതാ സ്ഥലം എത്തിയത്? സ്ഥലം എവിടെ എത്തിയെന്നില്ല ഐഡിയ ഉണ്ടോ? വണ്ടിപ്പെരിയാർ തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അങ്ങനെ നമ്മൾ എവിടെയേക്കുന്നു ഞാൻ കണ്ടില്ല. ഇവിടെ നല്ലത് കാണുമെന്ന് തോന്നുന്നില്ല. അതെ, ഈ ഫ്രണ്ടിൽ കാണുന്ന ടീ കോഫിയാണ് അവിടെ സൈഡിൽ നിർത്തുക. അപ്പോൾ നമ്മൾ കുമളി എത്താറായി. കുമളി നേരെ എന്നാണ് പറഞ്ഞേക്കുന്നുണ്ടോ. കുമളി നേരെ, തേനി നേരെ, കട്ടപ്പന നേരെ, മൂന്നാർ ഇവിടുന്ന് ലെഫ്റ്റാണ് കാണിക്കുന്നത് കേട്ടോ. കട്ടപ്പന ലെഫ്റ്റാണോ? ഈ ലെഫ്റ്റാണോ? അപ്പോൾ അത് പറഞ്ഞവരെ അതുണ്ടോ. ഒരു വേറെ വണ്ടിയാണ് പോയത്. എന്താ പറഞ്ഞേ, ടൂറിസ്റ്റുകൾ പോകുന്ന വണ്ടിയാണ്. ഇവിടുന്ന് സത്രത്തിനൊക്കെ പോകുന്ന വണ്ടിയാണ് ഈ ഫ്രണ്ട് വരുന്ന ജീപ്പ്. ആൾക്കാരെയും കൊണ്ട് സത്രം ഒക്കെ പോകുന്നതാണ്. ഇവിടെ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വണ്ടിയില്ലെങ്കിൽ, നമ്മൾക്ക് വണ്ടിയില്ല എങ്കിൽ അവരുടെ വണ്ടിയിൽ നമുക്ക് പോകാൻ പറ്റും. റേറ്റ് എത്രയാണ്? 3000 കണ്ടാന്ന് തോന്നുന്നു ഒരു ട്രിപ്പിന്. 1000 ആണോ 4000 ആണോ എത്താന്നറിയത്തില്ല. അപ്പോൾ അവരൊരു ട്രിപ്പ് കൊണ്ടുവെക്കും. എനിക്ക് നല്ല ദൂരം ഉണ്ടെന്ന് തോന്നില്ല. ഇവിടെ ഒരു 10-25 കിലോമീറ്റർ മേളിലുണ്ടെന്ന് തോന്നുന്നു ഒരു ട്രിപ്പ് എന്ന് പറയുന്നത്. അപ്പം കുഴപ്പമില്ല, നല്ലൊരു കാണാൻ ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ തന്നെയാണ്. മറ്റേ വേറെ ഉള്ളിടത്തിൻ്റെ കൂട്ട് കളിപ്പീര് പരിപാടിയല്ല ഇത്. നല്ല ദൂരമുണ്ട് അവർ കൊണ്ടുപോകുന്നത്. എനിക്ക് തേക്കടി ഭാഗത്ത് നിന്നുണ്ടെന്ന് തോന്നുന്നത്. തേക്കടി ഭാഗത്ത് നിന്നാണ് ട്രിപ്പുള്ളത്, ഈ ജീപ്പുള്ളത്. അപ്പോൾ അതൊരു ട്രിപ്പൊക്കെ വരുന്നത് നല്ലതായിരിക്കും. ഇവിടെ വരുന്നവർ അങ്ങനെ ഒന്ന് പോകുന്നത് നല്ലതായിരിക്കും. നമ്മൾ 11:30 സ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പോൾ 4:15 എങ്ങും എത്തിയില്ല, കുമളി എത്തിയില്ല. നമ്മളിങ്ങനെ പതുക്കെ കാഴ്ചകളൊക്കെ കണ്ടു വരികയാണ്. അതാണ് ഇത്രയും ലേറ്റായത്. അല്ലായിരുന്നെങ്കിൽ ഇപ്പം എപ്പോഴേ കുമളിയൊക്കെ എത്തുന്ന സമയമായി ഇല്ലയോ. പിന്നെ റോഡ് വലിയ കുഴപ്പമില്ല കേട്ടോ. ഈ റൂട്ടിൽ ആരും വരുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ റോഡ് വലിയ കുഴപ്പമുള്ളതല്ല. റോഡൊക്കെ നല്ല കണ്ടീഷൻ റോഡാണ്. പിന്നെ കുറച്ച് ഇടുങ്ങിയ റോഡാണ്, അത്രയേ ഉള്ളൂ. വലിയ വീതിയുള്ള റോഡൊന്നുമല്ല, കുറച്ച് ഇടുങ്ങിയ റോഡാണ്. എനിക്ക് നമ്മൾ തേക്കടി എത്താറായെന്ന് തോന്നുന്നു. തേക്കടി അവിടെ അടുത്തടിയാണ്, അതിന് പ്രത്യേക തേക്കടി. അതുകൊണ്ടാണ് ഇത്രയും തിരക്കി കാണുന്നത്. നമ്മളെ ഓൾമോസ്റ്റ് വെൽക്കം ടു ടൈഗർ റിസർവ് ഇല്ല. അപ്പം ഇവിടെ ഈ റൂട്ട് വരുവാണെങ്കിൽ 2-3 സ്ഥലം കൊണ്ട് പോകാൻ. സത്രം പോകാൻ പറ്റും. എല്ലാ പീരിമേഡിനും അടുത്തായിട്ടാണ്. സത്രവും ഉണ്ട്, പിന്നെ ഗവിക്ക് പോകാം. അങ്ങനെ 1-2 സ്ഥലങ്ങളുണ്ട് ഈ റൂട്ട് വരുമ്പോൾ. അപ്പം എന്തുവാടാ, നമ്മൾ കുമളി എത്തി. അല്ല, ഹോട്ടലിൽ നമ്മൾ തേക്കടി കഴിഞ്ഞ് ഫ്രണ്ടിലോട്ട് പോകണ താമസിച്ചേ. കുമളിയിൽ നമ്മൾ തേക്കടി വലത്തോട്ട് പോകണം. വലത്തോട്ട് പോയിട്ട് നമ്മൾ താമസിച്ച ഹോട്ടൽ കുറച്ച് ഇടത്തോട്ട് പോകുന്നിടത്താണ് നമ്മൾ സ്റ്റേ ചെയ്തതെന്ന് തോന്നുന്നു. ഓർക്കുന്നില്ല ഏത് ഹോട്ടലാണ്. പക്ഷെ എഴുതി വെക്കുന്നത് നല്ലതാണ് കേട്ടോ. എഴുതി വെച്ചിരുന്നാൽ നമുക്ക് ഓർത്തിരിക്കാം ഏത് ഹോട്ടലാണ്. അപ്പോൾ ആ ഹോട്ടലിൻ്റെ കണ്ടീഷനൊക്കെ നമുക്കൊന്ന് ഓർത്തിരിക്കാം. ഒരു പ്രാവശ്യം നമ്മളോട് ഒന്ന് സ്റ്റേ ചെയ്ത് തേക്കടിയിലൊക്കെ ഒന്ന് പോയതാണ്. പക്ഷെ അന്ന് തേക്കടി പോകാൻ പറ്റില്ല. നമുക്ക് അകത്ത് കയറി ഒന്ന് ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്തതേ ഉള്ളൂ. അത് പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് ഈ ടൂറിസ്റ്റിനെ കൊണ്ട് പോകുന്ന ജീപ്പുകളാണ് ഇതെല്ലാം. ഇവിടെ നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. തേക്കടിയിൽ അങ്ങനെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. തേക്കടിയിൽ അവിടുന്ന് ബോട്ട് എടുത്ത് പോവുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ. അത് ബോട്ട് നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ എളുപ്പമുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നേരത്തെ ബുക്ക് ചെയ്തില്ല എങ്കിൽ
അവിടെ വന്ന് ഭയങ്കര ലൈൻ നിന്നൊക്കെ പോകണം, അതൊരു ബുദ്ധിമുട്ടാണ്. ലെഫ്റ്റ് ആണ് ഇവിടുന്ന്. ഇവിടുന്ന് റൈറ്റാണ് തേക്കടി. ഒരു വണ്ടി കയറി വരുന്നതുണ്ടോ, അങ്ങോട്ടേക്ക് പോകുന്നതാണ് തേക്കടി. അത് കുമിളി തേക്കടി റോഡ്. അതാണ് തേക്കടി എന്ന് പറയുന്നത്. അങ്ങോട്ട് പോകുന്ന കുമിളി റോഡ്. നമ്മൾ ഈ വലത്തോട്ട് പോകുന്നതാണ് തേക്കടി. വണ്ടിയൊക്കെ ഇറങ്ങി പോകുന്നതാണ് തേക്കടിക്ക് പോകുന്ന റൂട്ട്. ഇത് നമ്മൾ നേരെ കുമിളി പോകും. അപ്പോൾ ഇത് ബോർഡറാണ്. ഇത് കുറച്ചുകൂടെ അങ്ങോട്ട് പോയാൽ ബോർഡറാകും, തമിഴ്നാടിൻ്റെ ബോർഡറാകും, കേരള തമിഴ്നാട് ബോർഡറാകും. മൂന്നാറിന് ഇവിടുന്ന് ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ മൂന്നാറിന് പോകുന്ന റൂട്ടാണ് കേട്ടോ. ലെഫ്റ്റോ? നേരെയല്ലേ, നേരെ പോകുന്നത് തമിഴ്നാടിൻ്റെ ബോർഡറാണ്. ഇവിടുന്ന് ലെഫ്റ്റാണ് കേട്ടോ, നമുക്ക് പോകേണ്ടത് ഇവിടുന്ന് ലെഫ്റ്റാണ്. അപ്പോൾ നമ്മൾ തമിഴ്നാടിൻ്റെ ബോർഡർ ക്രോസ് ചെയ്യുന്നില്ല, ഇവിടെ നിന്ന് ജസ്റ്റ് ഇവിടുന്ന് നേരെ പോകുന്നതാണ്. ആ കാണുന്ന വലിയ ബോർഡറാണ്, ഒക്കെയാണ് തമിഴ്നാടിൻ്റെ ബോർഡർ. അപ്പോൾ നമ്മൾ ഈ റൂട്ട് നമ്മൾ ആദ്യമായിട്ട് പോവുകയാണ്. അപ്പം നമ്മൾ തമിഴ്നാട് കയറുമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷെങ്കിൽ എന്നിട്ട് തമിഴ്നാട് നമ്മൾ കയറിയില്ല. കറക്റ്റ് ആ സ്ഥലപ്പേര് കുമിളി ഇല്ലയോ? കറക്റ്റ് നമ്മൾ കുമിളിയിൽ നിന്ന് ലെഫ്റ്റ് എടുക്കുമായിരുന്നു. കുമിളി തമിഴ്നാട് കേരള ബോർഡറിൻ്റെ അടുത്ത് തന്നെ കറക്റ്റ് നമ്മൾ ലെഫ്റ്റ് എടുത്താണ് ഈ പോകുന്നത്. ഇതിപ്പം ഡയറക്റ്റ് മൂന്നാറിന് പോകുന്ന റൂട്ടാണ്. മൂന്നാറിന് ഈ റോഡ് നേരെ പോയാൽ മൂന്നാറാണ്. അതിന് നമുക്ക് നമ്മുടെ ഒരു ഡെസ്റ്റിനേഷൻ ഒരു 13 കിലോമീറ്റർ ഇടങ്ങളുണ്ട്. 13 കിലോമീറ്റർ കഴിയുമ്പോൾ നമുക്ക് എത്തേണ്ട സ്ഥലത്ത് എത്തിച്ചേരും. അത് കഴിഞ്ഞ് ഒരു വാട്ടർഫോൾസ് ഉണ്ട്. വലിയ പാടായി പേരുകളൊക്കെ പറയാം. അണക്കരയ്ക്ക് പോകുന്ന റൂട്ടാണ്. ഇപ്പം നമ്മുടെ ഫ്രണ്ടിൽ പോകുന്ന ഒരു ബ്ലൂ ബസ്സാണ്. ചക്കയാണ് അവിടെ കിടന്നത്. ബ്ലൂ ബസ്സാണ് നമ്മുടെ ഫ്രണ്ടിൽ പോകുന്നത്. അപ്പോൾ ഈ ബസ്സിൻ്റെ കളറിൻ്റെ അകത്ത് ആകെ പാടെ കൺഫ്യൂഷനായിട്ടിരിക്കുകയാണ്, എങ്ങോട്ട് പോകുന്ന ബസ് ഏത് കളറാണെന്നുള്ളത്. ഇന്നലെ കണ്ടത് മൊത്തം പച്ച ബസ്സായിരുന്നു, ഇവിടെ കാണുന്നതെല്ലാം ബ്ലൂ ബസ്സാണ്. ഔല കാണുന്നത് കുറ്റിച്ചെടി പോലത്തെ അല്ലേ? ഓക്കെ. ഇവിടെ വണ്ടി നിർത്തുക കേട്ടോ. ഇതും കുഴപ്പമില്ലാത്തൊരു റൂട്ടാണ് കേട്ടോ. കുഴപ്പമില്ലാത്ത വെച്ചാൽ വലിയ തിരക്കൊന്നുമുള്ള റോഡല്ല. അവിടെ താഴോട്ടല്ല, നേരെയല്ലേ. അപ്പോൾ ഇനിയുള്ള റോഡ് നമ്മുടെ ഗൂഗിൾ മാപ്പുകാരാണ് നമുക്ക് പറഞ്ഞു തരണ്ടേ. ഗൂഗിളുകാർ തെറ്റിച്ചാൽ നമ്മൾ തെറ്റിപ്പോ. റൂംസ് ഉണ്ടോ? നോക്കാം. ഇതെന്തോ ഒരു പാറമട പോലൊക്കെ ഉണ്ടാക്കിയേക്കുന്നേ ആണോ? ഞാൻ ഓടിക്കുകയും ഞാൻ നോക്കുകയും ചെയ്യണം. വേണ്ട, എന്താടാ നോക്കാത്തത്? ആണോ? എല്ലാവർക്കും ഓരോരോ എക്സ്ക്യൂസാണ്. പക്ഷെ ഇത് നല്ല ഭംഗിയുണ്ട്. റോഡിന് നടുക്ക്, റോഡിൻ്റെ സൈഡിലെല്ലാം മരങ്ങളുള്ളത് കൊണ്ടേ നല്ല ഭംഗിയാ, ഇല്ലയോ? അറിയോ? ഓക്കെ ഫെൽസി ഓക്കെ ആണോ എല്ലാരും? ഫേവൽ എന്തിയേ? ഫേവൽ ഉറങ്ങുവാന്ന് തോന്നുന്നു. ആണോ? ഉറങ്ങുമില്ലയോ? ഇത് ഇതെന്തോ ഹോട്ടലോ റെസ്റ്റോറൻറ്റോ വല്ലതും ആയിരിക്കും. പക്ഷെ നല്ല വെയിലായി കേട്ടോ. തണുപ്പങ്ങ് പോയി. മഴയായിരിക്കും നമ്മൾ പ്രതീക്ഷിച്ചു. നമ്മൾ ഇവിടെ നല്ല തണുപ്പായിരിക്കും എന്നൊക്കെ പ്രതീക്ഷിച്ചാ വന്നത്. ഇല്ല, വലിയ ഇത് നല്ല കയറ്റമാണെന്ന് തോന്നി കേട്ടോ. നമ്മൾ നല്ല കയറ്റം കയറി പോകാൻ തോന്നുന്നു. നല്ല കയറുവാന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇറങ്ങിയോ ഡിസ്റ്റർബ് ചെയ്യണ്ട, നമ്മളവിടെ എത്താറായി. അതെ ഈ പ്രാവശ്യം ഒന്നുമില്ല. നമ്മള് പോകുന്ന സമയമൊക്കെ തെറ്റാന്ന് തോന്നുന്നു. നമ്മളിപ്പോൾ വാഗമൺ അല്ലെ നാളെ ഇവിടുന്ന് പിടിച്ച് ഡയറക്റ്റ് വാഗമണിന് പോകണം. അങ്ങനെ നമ്മളുടെ ബ്ലൂ ബസ്സാണ് പറഞ്ഞു തന്നില്ല, അടുത്ത് തന്നെ ബ്ലൂ ബസ് വരുമോ ഇല്ലേ? വളവെന്നുള്ളൊരു പിന്നെ അവർ സ്ഥിരം വരുന്ന റോഡായിരിക്കും, അവർക്കറിയാം. വേണ്ടി ഏലമാണ് ഇടത്ത് നിൽക്കുന്നത് കേട്ടോ. ഏലമാണ് ഇടത്തല വലത്ത് നിൽക്കുന്നതല്ല, ഏലകൃഷിയാണ്. കുരുമുളകും ഉണ്ടോ? ഏലകൃഷിയാണ് കൂടുതൽ ഇവിടെ കാണുന്നത്. ട്രാൻസ്പോർട്ടും പറന്നാണ് വരുന്നത്. ട്രാൻസ്പോർട്ടിന് വേറൊരു പേരുണ്ട്, അറിയാൻ തോന്നുന്നത്
ആനവണ്ടി. അപ്പൊ അറിയാം എല്ലാവർക്കും അറിയോ? ആനവണ്ടിയുടെ പേര് വന്നേ. ആർക്കറിയാം, അതിന് ആനവണ്ടി എന്ന് അറിയപ്പെടുന്നു. എന്തുകൊണ്ട് അങ്ങനെ അറിയപ്പെടുന്നു ചോദിച്ചാൽ എനിക്കറിയത്തില്ല. എന്തുകൊണ്ട് അറിയപ്പെടുന്നു ചോദിച്ചാൽ എനിക്കറിയത്തില്ല. മുന്തിരിക്കച്ചെടി ഇങ്ങനെ മുന്തിരിക്കായില്ലേ എന്താ കുന്തിരിക്കച്ചെടി. നമ്മൾ എന്തൊക്കെയാണോ പറഞ്ഞത് മുന്തിരിക്കച്ചെടി എന്ന്. നല്ല ചെടികളൊക്കെ ഇങ്ങനെ സൈഡിൽ നിർത്തി ചെയ്തിട്ടുണ്ട്. ഏതോ പള്ളിയാന്ന് തോന്നില്ലേ. ഇവിടെ കൂടുതൽ ആയുർവേദ ചികിത്സാ കേന്ദ്രങ്ങളാണ് തോന്നുന്നു കൂടുതലുള്ളത്. ആയുർവേദിക് ഒത്തിരി ചികിത്സാ കേന്ദ്രത്തിൻ്റെ ഫോട്ടോ കണ്ടിട്ടുണ്ട് നമ്മളിപ്പോൾ, ഇല്ലയോ? ഇല്ലോടി കണ്ടില്ലയോ ഒത്തിരി? നീ എത്ര കിലോമീറ്റർ ഉണ്ടോ ആടോണേ? 7.2 കിലോമീറ്റർ, 13 മിനിറ്റ്സ്. വെട്ടിയിട്ടുണ്ട് തന്നെ. എല്ലാ വീടുകളിലും ഉണ്ടെന്ന് കുന്തിരിക്കച്ചെടി. ഇതെല്ലാം കാണാൻ ഭംഗിയുണ്ട്. മഴക്കോളുണ്ടെന്ന് തോന്നി കേട്ടോ. നല്ല മഴക്കോളിന്റെ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. എന്നാ ഒരു സൈഡിൽ നല്ല വെയിലുമാണ്. വെയിലടിച്ച് കണ്ടിലൂടെ ഹെയർന്നത്. അയ്യോ, ആണോ? കുന്തിരിക്കച്ചെടി മേടിച്ചോണ്ട് പോണോ? കിട്ടുവാണല്ലോ. നമ്മളിവിടെ ചിലപ്പോ ഈ ഗാർഡനിലൊക്കെ കാണുമായിരിക്കും കുന്തിരിക്കച്ചെടിയൊക്കെ. ആണോ? ഇതെന്തൊക്കെ ഇതുണ്ടല്ലോ. മൂന്നാർ 99, ചേല 99 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് മൂന്നാർ. മഴക്കോളാണ് ഇത്. ചങ്ങനാശ്ശേരി പോകുന്ന ബസ്സാണല്ലോ ഇത്. കുമിളി ചെന്നിട്ട് ചങ്ങനാശ്ശേരി പോട്ടെ. അത് ഫ്രണ്ടിൽ പോകുന്ന ബ്രേക്ക് ചെയ്ത് കേട്ടോ. ആൾക്കാർ ചാടുന്നൊക്കെയാണ്, ക്രോസ് ചെയ്യുന്നുണ്ട്. എന്തുവാ കേട്ടില്ല. വീണ്ടും നമ്മൾ ഒരു ചെറിയൊരു ഗ്രാമത്തിലൂടെയാണ് ഇപ്പം പോകുന്നത്. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ആൾക്കാർക്ക് തമിഴും മലയാളവും രണ്ടും അറിയായിരിക്കും, ഇല്ലയോ? ഇത് ബോർഡർ അല്ലേ, അപ്പോൾ ഓൾമോസ്റ്റ് രണ്ടും അറിയായിരിക്കും ഇവിടെ ഉള്ളവർക്ക്. ഇവിടെ പന്നിയുടെ ശല്യം ഇല്ലായിരിക്കും. ഏലയ്ക്ക് പന്നി തിന്നത്തില്ലേ? എല്ലാ വീടുകളുടെ മുറ്റത്ത് ഏലമുണ്ട്. അവരുടെ വീട്ടാവശ്യത്തിനുള്ള ഏലം മുഴുവൻ അവര് വീട്ടിൽ തന്നെ കൃഷി ചെയ്തെടുക്കുമായിരിക്കും. അതിനോ വണ്ടി അങ്ങ് കയറ്റി പോട്ടെ. അത്ര എമർജൻസിക്കാരങ്ങ് പോട്ടെ. എമർജൻസിക്കാരെയൊക്കെ കയറ്റിവിടും. നമുക്കിപ്പോ എമർജൻസി ഇല്ല. അത് തന്നെ. അവരെ കയറ്റിവിടാതെ നമ്മൾ തടസ്സമായിട്ട് നിൽക്കരുത്. പോണ്ടിയവരൊക്കെ പോയിക്കൊള്ളട്ടെ, ഇല്ലയോ? പിന്നെ പറയുന്നത് അവരെ പിന്നെ ഇറങ്ങി വന്നിട്ട് പറയേ എന്നെ ചിലപ്പോ അങ്ങനെ ആകാം, നമുക്കറിയത്തില്ല. ഏലത്തിന് പണ്ടെങ്കിൽ ഈ ഷീറ്റൊക്കെ ഇട്ടേക്കുന്നതിന് ആർക്കറിയാം? പച്ച കളറുള്ള ഷീറ്റ് ഇട്ടിട്ടുണ്ട്. അവർക്കറിയാവുന്ന ആർക്കറിയാം? അവിടത്തുകാര് കാണുമല്ലോ, അവരോടൊക്കെ ചോദിച്ചാൽ അവര് മനസ്സിലാക്കിയിട്ടുണ്ടാവും ഇപ്പൊ ഓൾറെഡി. ആണോ? എന്തുവാ ഇതോടാ റൂംസ് ആണ് ഇവിടെ. റെസ്റ്റോറന്റ് എന്നാ ഞാൻ കണ്ടു. റെസ്റ്റോറന്റാ ഞാൻ കണ്ടു. ഞാൻ റൂംസ് ഒന്നും കണ്ടില്ല. എനിവേ നോക്കാം. നീ എല്ലാം നേരെയാണോ? ആണോ? ഓക്കെ. ഇന്നിനി നമുക്ക് ആ വെള്ളച്ചാട്ടത്തിനോട് പോകാൻ പറ്റുമോ ആവോ? ജോമനെ കൂടെ കുട്ടി നമുക്ക് നോക്കാം. ജോമനെ കൂടെ കുട്ടി വിടുന്നത് എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് അറിയത്തില്ല ആ വെള്ളച്ചാട്ടം. അവിടെ വലിയ ഈ സ്ഥലപ്പേരെന്തായിരുന്നു? അണക്കര. മറന്നു പോകാന്നല്ലോ. അണക്കര വലിയ ടൂറിസ്റ്റ് പ്ലേസ് ഒന്നും അല്ല. അണക്കര വലിയ ടൂറിസ്റ്റ് പ്ലേസ് ഒന്നും അല്ല. നല്ല മഴക്കോളാട്ടോ. മഞ്ഞല്ല, നല്ല മഴക്കോളാ. നല്ല മഴക്കോളാ. അത്ര ഉയരത്തിലോട്ടൊക്കെ എങ്ങനെ വെട്ടിയിടുന്നാവോ?
നല്ല ഭംഗിയുണ്ട്. എല്ലാ വീടുകളുടെ മുറ്റത്ത് വരെ ഇത് വെട്ടിയിട്ടിട്ടുണ്ട്. ഈ കുന്തിരിക്ക് ഇവരെന്തെടുക്കുമായിരിക്കും? ഇവര് അതും വെട്ടി വിൽക്കുമായിരിക്കും, ആർക്കറിയാം. കുന്തിരിക്ക് അതിന് വലിയ മരം ആകുമ്പോഴേ അതേ ഈ പശ വരുന്നതായി കുന്തിരക്കുമായിട്ട് വിൽക്കുന്നത്. എന്തായാലും നല്ല മഴക്കോളാട്ടോ, ഒരു രക്ഷയില്ല. മഴ പെയ്യും, ഇപ്പം പെയ്യാനുള്ള ചാൻസ് എല്ലാം ഉണ്ട്, പെയ്യാനുള്ള സാധ്യതയെല്ലാം കാണുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം ഇത് ചാർജറൊക്കെ എടുത്തേക്കണം, അവർ വീട്ടിൽ കൊണ്ട് ചാർജ് ചെയ്യാനുള്ള ഒരു പദ്ധതി. എന്തായാലും എനിക്ക് മൊബൈൽ ചാർജ് ചെയ്യാനുണ്ടോ? മൊബൈലും ഈ വണ്ടി ഓട്ടോ അടുത്തുനിന്ന് ഇത് കയറി വരുന്നുണ്ട് ബൈക്കുകാരൻ. അപ്പൊ അത്യാവശ്യം നമ്മുടെ കാര്യങ്ങൾ ചാർജിങ് നടക്കണം. മാങ്ങ എനിക്കുണ്ടെന്ന് അറിഞ്ഞതല്ലേ. നമ്മളൊരു അതുകൊണ്ടാ കാണുന്ന റൈറ്റ് ആയിരിക്കും. അതല്ല ഫ്രണ്ടില് ആ പിക്ക് എന്താ പറയുന്നത്, ഈ മന്ദിരത്തിന്റെ അവിടുന്ന് റൈറ്റ്. ആ ദേവി ക്ഷേത്രത്തിലോട്ട് പോകുന്ന വഴി അത് തന്നെയാണോ? ആണോ? ഗുരുദേവ സ്വാമി ദേവി ക്ഷേത്രത്തിലോട്ട് പോകുന്ന വഴിയാതാ. എനിക്ക് തോന്നുന്നു മറ്റേ വഴി ഇങ്ങോട്ട് വന്ന് കയറുമായിരുന്നു കേട്ടോ. ഇത് എങ്ങോട്ടാ മുടിയന്? അങ്ങോട്ടെന്ന് പറയാൻ നേരത്തെ പറയണ്ടായോ? അങ്ങോട്ട് നേരെയാണോ ചോദിച്ചപ്പോ റൈറ്റ് അതേന്നാ ഞാൻ വിചാരിച്ചത്. മനസ്സിലായോ? മഴ ചാറും തുടങ്ങി വീണ്ടും. ഇടയ്ക്കിടയ്ക്ക് നല്ല വെയിൽ കിട്ടും, ഇടയ്ക്കിടയ്ക്ക് നല്ല മഴയും. മഴ ആയില്ല, മിക്കവാറും പെയ്യാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അയ്യോ മഴ കിട്ടി. രണ്ടാമത്തെ മഴയാണ് ഇത്ര നേരത്തിനുള്ളിൽ. നിങ്ങൾ തന്ന സപ്പോർട്ടിനും പിന്തുണയ്ക്കും വളരെ നന്ദി. ഞങ്ങളുടെ പാർട്ട് 2 ആരും മിസ് ചെയ്യരുത്. വീഡിയോയുടെ ലെങ്ത് കൂടുന്നതിനാൽ ഞങ്ങൾ ഇവിടെ നിർത്തുന്നു. ആരും അങ്ങനെ വലുതായി എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു സ്ഥലത്തേക്കാണ് അടുത്ത നമ്മളുടെ യാത്ര ആയതിനാൽ അടുത്ത ഞങ്ങളുടെ വീഡിയോ നിങ്ങളാരും മിസ് ചെയ്യരുത്. വീഡിയോ ഇവിടെ നിർത്തുന്നു. താങ്ക് യു അഗെയിൻ. താങ്ക് യു ഫോർ വാച്ചിങ്.